മരണം മനുഷ്യൻ ഭൂമിയിൽ വന്ന കാലം മുതൽക്കേ ഭയക്കുന്ന മാറ്റമില്ലാത്ത ഒരേ ഒരു സത്യമാണ്. എന്നാൽ ഈ പ്രകൃതി നിയമത്തെ തന്നെ വെല്ലുവിളിക്കാൻ ഒരാൾ ഒരുങ്ങുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ഇലോൺ മസ്ക്. സ്പേസ് എക്സിലൂടെ ചൊവ്വയെ കീഴടക്കാനും ടെസ്ലയിലൂടെ റോഡുകൾ മാറ്റാനും ഇറങ്ങിത്തിരിച്ച മസ്ക് ഇപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ രഹസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മരണം ഒഴിവാക്കാനാവാത്ത ഒന്നല്ല, മറിച്ച് പരിഹരിക്കപ്പെടേണ്ട ഒരു സാങ്കേതിക തകരാറാണ് എന്നാണ് മസ്ക് വിശ്വസിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മുൻനിർത്തി ബയോടെക്നോളജിയിലൂടെ നിത്യയൗവനം നൽകാനാണ് മസ്കിന്റെ ഇപ്പോഴത്തെ നീക്കം. വാർദ്ധക്യം എന്നത് പ്രകൃതിദത്തമായ ഒന്നല്ല, മറിച്ച് ഒരു രോഗാവസ്ഥയാണെന്നാണ് മസ്കിന്റെ വാദം. നമ്മുടെ കോശങ്ങൾ നശിക്കുന്നതും DNA ഘടനയിൽ മാറ്റം വരുന്നതുമാണ് വാർദ്ധക്യത്തിന് കാരണം. ബയോടെക്നോളജിയിലെ നൂതന മാർഗങ്ങളിലൂടെ ഈ പ്രക്രിയയെ സാവധാനത്തിലാക്കാനും അല്ലെങ്കിൽ പൂർണ്ണമായും നിർത്താനും കഴിയുമെന്നാണ് മസ്ക് പറയുന്നത്. ഇതിനായി മനുഷ്യ ശരീരത്തെ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലെ കണ്ട് അതിലെ പിഴവുകൾ തിരുത്താനാണ് മസ്ക് ഒരുങ്ങുന്നത്. നിത്യയൗവനത്തിലേക്കുള്ള മസ്കിന്റെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് ന്യൂറാലിങ്ക്. മനുഷ്യന്റെ തലച്ചോറിൽ ഘടിപ്പിക്കാവുന്ന ഒരു ചിപ്പാണിത്. ഇത് കേവലം പക്ഷാഘാതം വന്നവരെ സഹായിക്കാൻ വേണ്ടിയുള്ളതല്ല, ഭാവിയിൽ മനുഷ്യന്റെ ഓർമ്മകളും ബുദ്ധിശക്തിയും ഒരു കമ്പ്യൂട്ടറിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുമെന്നാണ് മസ്ക് പറയുന്നത്. ശരീരം നശിച്ചാലും നിങ്ങളുടെ ചിന്തകളും അറിവും മറ്റൊരു കൃത്രിമ ശരീരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ മരണം എന്നത് കേവലം ഒരു വാക്ക് മാത്രമായി മാറില്ലേ എന്നതാണ് മസ്കിന്റെ ചോദ്യം. ശരീരത്തെ ചെറുപ്പമായി നിലനിർത്താൻ മസ്ക് നിക്ഷേപം നടത്തുന്ന മറ്റൊരു മേഖലയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. നമ്മുടെ കോശങ്ങളെ റീപ്രോഗ്രാം ചെയ്ത് അവയെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായി നാനോ റോബോട്ടുകളെ ഉപയോഗിച്ച് ശരീരത്തിനുള്ളിലെ കേടുപാടുകൾ അപ്പോൾ തന്നെ തീർക്കാനുള്ള പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം നാം കണ്ടിട്ടുള്ള ഇക്കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശതകോടിക്കണക്കിന് ഡോളറാണ് മസ്ക് ചിലവഴിക്കുന്നത്. എല്ലാ വലിയ മാറ്റങ്ങളെയും പോലെ ഇതും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. മരണം ഇല്ലാതായാൽ ഭൂമിയിലെ ജനസംഖ്യയെ എങ്ങനെ നിയന്ത്രിക്കും എന്ന ചോദ്യമാണ് ഇതിൽ ആദ്യത്തേത്. മറ്റൊന്ന്, പണമുള്ളവർക്ക് മാത്രം നിത്യയൗവനം ലഭിക്കുന്നത് ലോകത്തെ വലിയ അസമത്വങ്ങൾ സൃഷ്ടിക്കില്ലേ എന്നതാണ്. പ്രകൃതിയുടെ നിയമങ്ങളിൽ കൈകടത്തുന്നത് മനുഷ്യരാശിയുടെ തന്നെ നാശത്തിന് കാരണമാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം മസ്കിന് ഒരു മറുപടിയേ ഉള്ളൂ. മനുഷ്യൻ ഒരു മൾട്ടി പ്ലാനറ്ററി വർഗമായി മാറണമെങ്കിൽ നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നതാണ്. ഇലോൺ മസ്കിന്റെ ഈ പരീക്ഷണങ്ങൾ വിജയിക്കുമോ അതോ ഇതൊരു നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കുമോ അറിയില്ല. എന്നാൽ ശാസ്ത്രം വളരുന്ന വേഗത വെച്ച് നോക്കിയാൽ ഒന്നും അസാധ്യവുമല്ല. ഒരു പക്ഷേ മസ്കിന്റെ ഈ പരീക്ഷണം ഫലം കാണുകയാണെങ്കിൽ അടുത്ത നൂറ്റാണ്ടിൽ മനുഷ്യർക്ക് എത്ര കാലം ജീവിക്കണം എന്നത് അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിഞ്ഞേക്കും.